അങ്ങനെ മുത്തശ്ശൻ എല്ലാ സത്യങ്ങളും നവ്യയോട് പറയുന്നുണ്ട്. എന്നാൽ നവ്യ വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ നീ വിശ്വസിക്കണം, നയനെ കുടുക്കിയത് AN ജ്വല്ലറിയിലുള്ളവരാണ്. നയനയ്ക്കിപ്പോൾ ജാമ്യം പോലും കിട്ടുന്നില്ല. അതിനെല്ലാം കാരണം AN ജ്വല്ലറിയിലുള്ളവരാണ്. ആ CA സ്വാധീനിച്ച് AN ജ്വല്ലറിയിലുള്ളവർ നമ്മൾ നയനെ മോളെ കുടുക്കി. നയനെ എന്തായാലും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. കാര്യം എന്തായാലും ആദർശിനെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കിയെങ്കിലും മനസ്സുകൊണ്ട് നയനയോടും ആദർശിനോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല. അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അവർ സത്യങ്ങൾ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവരെ പറഞ്ഞയച്ചത്. നയനമോൾക്ക് ഈ അവസ്ഥയിൽ ഇങ്ങനെ സംഭവിച്ചത് അതെനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും സത്യങ്ങൾ നീ തിരിച്ചറിയണമെന്ന് കരുതി. നയനമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല മോളെ, നിന്റെ അമ്മ സത്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ, പക്ഷേ നീ അത് വിശ്വസിച്ചോ? നിന്റെ അമ്മ നിന്നോട് കള്ളം പറയുമോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അവരെന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറഞ്ഞതാണ് എന്ന് നവ്യയും പറയുന്നുണ്ട്. ഒരിക്കലുമല്ല മോളെ, എൻ്റെ അടുത്ത് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് മുത്തശ്ശൻ നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റിസൾട്ട് കാണുമ്പോൾ നവ്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ നവ്യയ്ക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ നവ്യ വെട്ടി തുറന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇങ്ങനെ റിസൾട്ട് കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആദർശൻ നയനയും ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്തത്? അബിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും എന്നിൽ നിന്ന് സത്യം മറച്ചു വെച്ചത് എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് നവ്യ. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല മോളെ, മോളെ ചതിക്കുകയായിരുന്നില്ല. മോളുടെ ജീവിതം തകരുമെന്ന് കരുതി നയനി ആദർശ് മോനും സ്വയം കുറ്റി ഏറ്റെടുക്കുകയായിരുന്നു. മോളെ സത്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് ഇവിടെ എല്ലാവർക്കും പേടിയായിരുന്നു. മോളെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ അതോ അബിയെ ഇല്ലാതാക്കുമെന്നോ എന്നൊക്കെ കരുതി ഇവിടെ എല്ലാവർക്കും ടെൻഷനായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാൽ മോളും അബിയെ അനന്തപുരിക്ക് എതിരായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സഹികെട്ടാണ് കനക മോളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിയെ അനന്തപുരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് AN ജ്വല്ലറിയിലുള്ളവർ. മോളത് മനസ്സിലാക്കണം. മോൾ ഇനിയും അക്കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ അനന്തപുരി തറവാട് ഇല്ലാതാകും മോളെ എന്നൊക്കെ മുത്തശ്ശൻ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ആദർശിനെ കൊടുക്കാൻ വേണ്ടിയാണ് AN ജ്വല്ലറിക്കാർ ഇത്രയും കളിച്ചത്. എന്നാൽ അവസാനം നയനമോൾ ജയിലിലായി. നയനെ ആദർശൻ മോളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മോളൊരിക്കലും നയനമോളോടും ആദർശിനോട് വെറുപ്പ് കാണിക്കരുത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അബിയാണ് നിന്നെ ചതിച്ചത്, ആ സത്യം നീ മനസ്സിലാക്കണം. AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD അയാളാണ് ഇത്രയും ചെയ്തു കൂട്ടിയത്. അതാരാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ഇനിയുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് അതിനായിട്ട് നവ്യെ നീ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ആ സമയം നവ്യ പറയുന്നുണ്ട്, ഇല്ല, ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഇനി എൻ്റെ അബിയെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം കളിക്കുകയാണോ? അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി നിനക്ക് സംശയമാണോ? എന്നാൽ നിനക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആ സമയം മുത്തശ്ശൻ ആരോ കാത്തിരിക്കുന്നത് പോലെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആരാണ് മുത്തശ്ശൻ വരുന്നത്? എന്താണ് മുത്തശ്ശ കാര്യം എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. ആ സമയം അനഘ അങ്ങോട്ട് വരികയാണ്. ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് നവ്യ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, അനഘയ്ക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അബിയുടെ യഥാർത്ഥ ചതി ഇവൾ പറഞ്ഞു തരും. ആ സമയം അനഘ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നവ്യ, മുത്തശ്ശൻ പറഞ്ഞ സത്യമാണ്. നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അബി വളരെ മോശപ്പെട്ടവനും ചതിയനുമാണ്. അവൻ കാരണം എൻ്റെ ജീവിതം മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർന്നു. അങ്ങനെ തെളിവ് സഹിതം തന്നെ അനഘ നവ്യയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അങ്ങനെ നവ്യയാണെങ്കിൽ ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നവ്യ പറയുന്നുണ്ട്, ഇത്രയും കാലം എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നോ? നവ്യ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇത് ആദ്യമേ പറയാമായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ അബിയുടെ കൂടെ കൂടി എന്തെല്ലാം തെറ്റുകൾ ചെയ്തു. ഞാൻ കേട്ടതൊക്കെ സത്യമാണ് മുത്തശ്ശ എന്ന് കരഞ്ഞുകൊണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്. അതേ മോളെ, ഇനിയെങ്കിലും മോള് സത്യങ്ങളെല്ലാം വിശ്വസിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകരും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ നയനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നുണ്ട്. നയനെ കണ്ടത് കരഞ്ഞുകൊണ്ട് നവ്യ പറയുന്നുണ്ട്, നയനെ, സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. നയനെ, നിന്നെ ചതിച്ചത് AN ജ്വല്ലറിയിലുള്ളവരാണ്. അത് ഈ ചേച്ചി കണ്ടുപിടിക്കൂ. തെളിവ് സഹിതം തന്നെ AN ജ്വല്ലറിയിലുള്ളവരെ ഈ ചേച്ചി അകത്താക്കും. മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ കരഞ്ഞിക്കൊണ്ട് നവ്യ പറയുന്നുണ്ട്.
അങ്ങനെ നവ്യ ഏഞ്ചലറിൽ പോവുകയാണ്. അങ്ങനെ നവ്യ ഏഞ്ചലറിൽ MDയോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അനന്തപുരിയിലുള്ളവരെല്ലാം എൻ്റെ അബിയെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്കിവിടെ എന്തെങ്കിലും ജോലി തരണം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ആ സമയം ഡേവിഡ് പറയുന്നുണ്ട്, അനന്തപുരിയിലെ എല്ലാ നീക്കങ്ങളും ഇനി ഞങ്ങൾക്ക് നീ ചോർത്തി തരണം. ഇനി മുതൽ ഞങ്ങളുടെ കൂടെ നീ നിൽക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ സമ്മതിക്കുന്നുണ്ട്. നവ്യ മനസ്സിൽ കരുതിയത് അത് തന്നെയായിരുന്നു. ഏഞ്ചലറിക്കാരാണ് നയനയെ കുടുക്കിയതെന്നും അങ്ങനെ നയനയെ പുറത്തിറക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു നവ്യയുടെ ലക്ഷ്യം. ഡേവിഡും നാഗേന്ദ്രനും സംസാരിക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം നവ്യ എടുക്കുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, ഇനി അനന്തപുരിയുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. അനന്തപുരിയിലെ ചെറിയ മരുമകൾ നവ്യ ഞങ്ങളുടെ കൂടെ കൂടി ഇനി അവളെ വെച്ച് കളിക്കണം. അവളുടെ അനിയത്തിയ നയനെ ജയിലിലാക്കിയല്ലോ, അതുപോലെ തന്നെ ഈ അനന്തപുരിയിലെ മുത്തശ്ശനെയും ആദർശിനെയും ആ ദേവയാനിയെ എല്ലാം കൊടുക്കണം. അനന്തപുരിയിലെ വലിയ തലകളാണവർ. ഇനി അനന്തപുരിയുടെ കഷ്ടകാലം ആരംഭിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ ഡേവിഡും പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡേവിഡ് നാഗേന്ദ്രൻ സംസാരിക്കുന്ന വീഡിയോ നവ്യ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോസ് എല്ലാം നവ്യനെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ. അങ്ങനെ നയന നിരപരാധിയാണെന്നും നാഗേന്ദ്രൻ നയനെ കുടുക്കിയതാണെന്നും നവ്യ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ നയനെ ജയിലിൽ നിറക്കുകയാണ്. തന്നെ രക്ഷിച്ചത് തൻ്റെ ചേച്ചി നവ്യയാണെന്നറിഞ്ഞ നയന പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡിനെ നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ ചേച്ചിയെ ഈ അവസ്ഥയിലാക്കിയ നാഗേന്ദ്രനോടും ഡേവിഡിനോടും നന്ദുവിന് തീർത്താ തീരാത്ത ദേഷ്യമുണ്ടായിരുന്നു. നവ്യ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അബി അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശൻ. അതേസമയം ജലജ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്യില്ല, ഞങ്ങൾക്കൊരു അവസരം കൂടി തരണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജെ ഇനി നിങ്ങൾക്കൊരവസരമില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്.